പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ആരോഗ്യത്തിലും സന്തോഷത്തിലും കൃപയിലും നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സഹായം ഞങ്ങളുടെ മക്കൾക്ക് വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അങ്ങയുടെ സാന്നിധ്യം വേണം. കർത്താവേ, ഇപ്പൊ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഇവിടെ മക്കളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും സ്വർഗത്തിന്റെ സഹായവും സംരക്ഷണവും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകവും നിറച്ചു നൽകി ഇവരുടെ ജീവിതങ്ങളെ, മക്കളുടെ പഠനത്തെ, എല്ലാ ഉദ്യമങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും ഉണ്ണീശോയുടെയും നിറസാന്നിധ്യത്തില് തിരുക്കുടുംബത്തിന്റെ കൃപയുടെ സമൃദ്ധിയില് ഞങ്ങളുടെ കുടുംബങ്ങളും മക്കളും നിറയപ്പെടുവാനും ഉണ്ണീശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പില് ഞങ്ങളുടെ മക്കൾ പ്രീതിയില് വളർന്നു വരുവാൻ വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിന്റെ മാധ്യസ്ഥത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നമ്മയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വലിയ അഭിഷേകത്താലും കർത്താവിന്റെ സഹായത്താലും പരിശുദ്ധാത്മാവിന്റെ അതിസ്വാഭാവികമായ കൃപകളാലും നിറയപ്പെട്ട് നമ്മുടെ മക്കൾ കരുത്തുള്ളവരായി ശക്തരായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ അച്ഛൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനല് സാധിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഇന്നലെ ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് അച്ഛന് നമ്മുടെ ഈ ശുശ്രൂഷ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട്, ഇന്നലെ പറ്റിയില്ല. അപ്പൊ കുറച്ചു പേരൊക്കെ കിട്ടിയില്ല, വന്നില്ല എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഓപ്ഷൻ കൊടുക്കുക. രാവിലെ 5 മണിക്ക് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുകയും അവരോടും ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓപ്ഷൻ കൊടുക്കാൻ പറയാ, നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറയാ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5 മണിക്ക് നമ്മുടെ ശുശ്രൂഷ ലഭിച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മള് നേരത്തെ പറഞ്ഞു, നമ്മുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും ഒക്കെ ആയിട്ട് നമ്മുടെ ദേശം മുഴുവനിലും കർത്താവിന്റെ സാന്നിധ്യം വിളിച്ചിറക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വാഹനം വാങ്ങുന്ന കാര്യം നമ്മൾ ഏകദേശം അതിനോടൊക്കെ അടുത്തെത്തി. വണ്ടി ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനിയും ആർക്കെങ്കിലും ഒക്കെ ഈ ശുശ്രൂഷയോട് ചേർന്ന് സഹകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അച്ഛനെ കോണ്ടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞ അച്ഛൻ പറയും, പിന്നീട് നമുക്ക് ഒരുമിച്ച് വരാനും ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ ജപമാല ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ പങ്കുചേരാനൊക്കെ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ആർക്കെങ്കിലും ഇനിയും ഈ ശുശ്രൂഷ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ അച്ഛനെ കോണ്ടാക്ട് ചെയ്യാം. അച്ഛൻ്റെ നമ്പർ താഴെയുണ്ട്, 9846218133 എന്നുള്ള അച്ഛൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഇതിൽ കോണ്ടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വലിയ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തിന്മയുടെ സ്വാധീനം, നമ്മുടെ മക്കളെ വശീകരിക്കുന്ന ശക്തികൾ, എത്രയോ സംഭവങ്ങൾ കേൾക്കണമെന്നറിയോ. അതുകൊണ്ട് നമ്മുടെ മക്കളെ പ്രാർത്ഥന കൊണ്ട് പൊതിഞ്ഞു പിടിക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം ആയിട്ട് ഏറ്റെടുക്കും. നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ക്രൈസ്തവ മക്കളെ പ്രത്യേകിച്ചും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരിയേറെ തിന്മയുടെ സ്വാധീനങ്ങൾ തകർക്കാനും നശിപ്പിക്കാനും വളരാതിരിക്കാനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതുപോലെ പ്രാർത്ഥിച്ച് സംരക്ഷണം ഏർപ്പെടുത്തണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മേഖല, നമ്മുടെ മക്കൾ പഠനത്തിൽ വളരാൻ വേണ്ടിയാണ്. പഠന മേഖലയിൽ നമ്മുടെ മക്കള് വളരണം. അതിനെ തടസ്സപ്പെടുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ വിട്ടുമാറിപ്പോകാനും ആ തടസ്സങ്ങൾ മാറാനും
നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, ഭയങ്കര അലസത, മടി, ഉറക്കം, പഠിക്കാൻ പറ്റണില്ല. മാത്രമല്ല മൊബൈൽ അടിമത്തങ്ങള്, അതിനിടയിൽ ചില തെറ്റായ സ്നേഹബന്ധ കൂട്ടുകള്, അതോടൊപ്പം തന്നെ ചില വശീകരണ ശക്തികൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, അതോടൊപ്പം തന്നെ നെഗറ്റീവ് ശക്തി കൊണ്ട് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകള്, കണ്ട സിനിമകള്, കേട്ട കാര്യങ്ങള്, ഉണ്ടായ അനുഭവങ്ങള്, ഇതൊക്കെ വെച്ച് ഒത്തിരിയേറെ മേഖലകളില് നമ്മുടെ മക്കളുടെ പഠന മേഖലകളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മക്കള്, ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മുടെ മക്കൾ അതിസ്വാഭാവികമായ കൃപകൾ കൊണ്ട് നിറയപ്പെട്ട് പഠിക്കണം, വളരണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനത്തില് ഈശോ പറഞ്ഞില്ലേ, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനാകുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, അനുസ്മരിപ്പിക്കും. അതെ, സഹായിക്കും, പഠിപ്പിക്കും, അനുസ്മരിപ്പിക്കും. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മക്കളിൽ നിറയപ്പെടാൻ വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളോടും ഈ വചനം പറയണം. മക്കളെ, ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. എങ്ങനെ? പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം, എന്റെ പഠനത്തില് എന്നെ പഠിപ്പിക്കണം, എന്റെ പഠനത്തില് എല്ലാം എന്നെ അനുസ്മരിപ്പിക്കണം. പരീക്ഷ എഴുതുമ്പോ അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോ പരിശുദ്ധാത്മാവെ അനുസ്മരിപ്പിക്കണം, സഹായിക്കണം. ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ മക്കളായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും ശക്തിയാലും നിറയപ്പെട്ട് പഠിക്കുവാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകണം. അതിനുവേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഇന്ന് സാബത്ത് ഞായറാഴ്ച പോലും പല പല പരീക്ഷകൾ കൊണ്ടുവന്ന് വച്ച് നമ്മുടെ മക്കളെ അസ്വസ്ഥതപ്പെടുത്താനും പല പ്രാർത്ഥനകൾ മുടക്കാനൊക്കെ വേണ്ടി ഭയങ്കര പൈശാചിക പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കള് ഏത് അവസ്ഥയും തരണം ചെയ്ത് കർത്താവിനെ കൂടെ നിർത്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട്, അതോടൊപ്പം തന്നെ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മ മാതാവിനെ ചേർത്ത് പിടിച്ച് അമ്മയുടെ നീലാങ്കിയിൽ പതിയപ്പെട്ട് യോസേപ്പിതാവിന്റെ പവിത്ര മേലങ്കിക്കുള്ളിൽ പതിയപ്പെട്ട് സ്വർഗീയമായ സംരക്ഷണത്തിലും ഉണ്ണീശോയെ അനുകരിച്ചുകൊണ്ടെന്ന പോലെ ആ കൃപയില്, ദൈവിക സാന്നിധ്യത്തില്, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പിലും പ്രീതിയിലും വളർന്നു വരണം. ജ്ഞാനത്തിൽ വളരട്ടെ, ദൈവിക ജ്ഞാനത്തില്, ലോകത്തിന്റെ വിദ്യയില്, പഠന മേഖലകളില് നമ്മുടെ മക്കൾ വളരണം. അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. മാത്രമല്ല, നമ്മുടെ മക്കളുടെ ബുദ്ധി എപ്പോഴും പ്രകാശിക്കണം. ഇന്ന് നമ്മുടെ മക്കളുടെ ബുദ്ധിയെ, മനസ്സിനെ, ചിന്തകളെ, വികാരങ്ങളെ സ്വാധീനിക്കുന്ന നെഗറ്റീവ് പൈശാചിക ശക്തികളും ലോകാരൂപിയുടെ മറ്റ് സിനിമകള്, ഇൻസ്റ്റാഗ്രാമ്, മീഡിയകള്, റീലുകള്, ഫോൺ വിളികള്, അങ്ങനെ കൂട്ടുകെട്ടുകള്, അങ്ങനെ പലതുണ്ട്, സിനിമകള്. എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ ബുദ്ധി, മനസ്സ്, ചിന്ത തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഒരു ക്ലിയർ ഒരു മൈൻഡ്, ബുദ്ധി, ചിന്ത നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും, ശ്രദ്ധിക്കാൻ പറ്റും. ഒത്തിരി മക്കൾക്ക് അലസത, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ. ചോദിക്കും, പറയും പഠിക്കാൻ പറ്റണില്ല, എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്ത അമ്മ, ഡാഡി എന്താ മനസ്സിലാക്കാത്ത, പഠിക്കാൻ പറ്റണില്ല. അങ്ങനെ പറ്റാത്ത അവസ്ഥയിൽ വേദനിക്കുന്ന മക്കളുണ്ട്. ഉറക്കം തന്നെ, പെട്ടെന്ന് ഉറക്കം വരുന്നു, ക്ഷീണം വരുന്നു, മടുപ്പ് വരുന്നു. അതുകൊണ്ട് ബന്ധപ്പെട്ട് ഈ മക്കളെ തടസ്സപ്പെടുത്തി വെച്ചിട്ടുള്ള പഠന മേഖലകളെ തടസ്സപ്പെടുത്തി വെച്ച എല്ലാ മേഖലകളും നമുക്ക് സമർപ്പിച്ച് പാടും. മാത്രമല്ല, നമ്മുടെ മക്കളുടെ ബുദ്ധിയെ, ചിന്തകളെ, മനസ്സിനെ ഒരു തിന്മയ്ക്കും സ്വാധീനിക്കാനോ തടസ്സപ്പെടുത്താനോ ഭയപ്പെടുത്താനോ അസ്വസ്ഥതപ്പെടുത്താനോ പറ്റാത്ത വിധത്തില് സ്വർഗത്തിന്റെ ഒരു വലിയ അഭിഷേക ശക്തിയാൽ നമ്മുടെ മക്കൾ നിറയപ്പെടണം, പൊതിയപ്പെടണം. അതിനൊക്കെ വേണ്ടി ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു തിന്മയുടെ ഒരു പോരാട്ടത്തിന്റെ കാലഘട്ടമാണ്. ഒരു ആത്മീയ പോരാട്ടം നടക്കുകയാണ്. നമ്മുടെ മക്കൾ പഠിക്കാതിരിക്കാൻ, ഉഷാറോടുകൂടി ജ്ഞാനത്തിൽ വളരാതിരിക്കാൻ ഒത്തിരിയേറെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ഒരു ആത്മീയ പോരാട്ടം നടക്കുമ്പോ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് സ്വർഗത്തിന്റെ സഹായത്താൽ കരുത്തുള്ളവരായിട്ട് മാറി ദൈവിക ജ്ഞാനത്തിൽ നിറയപ്പെട്ട് വലിയ പ്രകാശപൂരിതമായ അവസ്ഥയിൽ പഠിക്കാനും പരീക്ഷ എഴുതാനും ഇന്റർവ്യൂ പാസ്സാകാനും ഉന്നതമായ വിജയം നേടാനും നമ്മുടെ മക്കൾക്ക് ഇടയാകണം. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് ദൈവികാനുസരണതയില്
നമ്മുടെ മക്കളുടെ പഠന മേഖല അനുഗ്രഹിക്കപ്പെടണം. പഠനത്തിൽ തോറ്റുകിടക്കുന്ന മക്കള്, പഠിക്കാൻ പറ്റാത്ത മക്കള്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത മക്കള്, ചില വിഷയങ്ങൾ പഠിക്കാൻ പറ്റാത്ത മക്കള്, പഠന മേഖലകളിൽ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന ഓരോ വേദനകള്, അസ്വസ്ഥതകള്, തടസ്സങ്ങള്, പ്രശ്നങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് പഠന മേഖല അനുകൂലമാക്കപ്പെടാൻ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സന്നിധിയില്, ദിവ്യകാര സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ നമ്മുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠനത്തിൽ നമ്മുടെ മക്കൾ വിജയിച്ചില്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ മക്കൾക്ക് ജോലി മേഖലകളിലോ മറ്റ് ഉന്നതമായ സ്ഥാനം എത്തിച്ചേരാൻ പറ്റത്തില്ലല്ലോ. അതിനൊക്കെ ഇടയാകണം. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസാരം നമുക്കായിരിക്കാം. ഈശോ നമ്മെയും നമ്മുടെ മക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളാണ് ഞങ്ങളുടെ മക്കൾ ഓരോരുത്തരും. അങ്ങാണ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് പരമേൽപ്പിച്ചത്. അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രത്യേകമാ വിധത്തില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. അവരുടെ പഠന വിഷയങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാം ഞങ്ങളുടെ മക്കൾക്ക് അനുകൂലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറച്ച് ആ മക്കളെ, ഞങ്ങളുടെ മക്കളെ പഠനത്തില് സഹായിക്കണമേ, പഠിപ്പിക്കണമേ, അവരെ അനുസ്മരിപ്പിക്കണമേ. പരീക്ഷകളിൽ അവർ വിജയം കൈവരിക്കത്തക്ക വിധം സമയം കളയാതെ കർത്താവേ, അലസത മാറ്റി മൊബൈൽ അടിമപ്പെടാതെ ഉണർവോടെ ആഗ്രഹത്തോടെ പഠിക്കാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഞങ്ങളുടെ മക്കൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് അതെല്ലാം മനസ്സിലാകട്ടെ. അതിനുവേണ്ടി കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ലിദിയായുടെ ഹൃദയം തുറന്നുകൊണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കർത്താവേ, ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ മക്കൾ ക്ലാസ്സിലായിരിക്കുമ്പോൾ, പഠിക്കാനിരിക്കുമ്പോൾ അത് ഗ്രഹിക്കത്തക്ക വിധം യേശുവേ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ, ഹൃദയത്തെ, മനസ്സിനെ, ചിന്തകളെ ഏകാഗ്രമാക്കി തുറന്നുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് പഠിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ പഠനത്തിൽ വിജയം വരിക്കട്ടെ. അതോടൊപ്പം തന്നെ പഠിക്കേണ്ട വിഷയങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. ഏത് വിഷയം എടുക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ പരീക്ഷ എഴുതണം, പഠിച്ച കാര്യങ്ങൾ അനുസ്മരിപ്പിക്ക്. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശില്യന്മാരെ പഠിപ്പിച്ച അഭിഷേക ശക്തിയാൽ, പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളുടെ മക്കളെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുസന്നിധിയിലേക്ക് കർത്താവേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ആത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്തിനു വേണ്ടി ഞങ്ങളുടെ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി മക്കളിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി മക്കളിൽ നിറയട്ടെ. ദിവ്യാനുസന്നതിയിലേക്ക് ഈശോയെ ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിയെ, മനസ്സിനെ, ചിന്തകളെ, വികാരങ്ങളെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുദ്ധിയും അന്യചിന്തകളും ഞങ്ങളുടെ മക്കളുടെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും
ചിന്തയിൽ നിന്നും എടുത്തു മാറ്റുവാൻ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണം. തിരുരക്തം കൊണ്ട് കഴുകണം. മനസ്സിനെ ശക്തിപ്പെടുത്തണം. എല്ലാ മടിയും വിട്ടുമാറി പോകണം. ഏതെങ്കിലും അടിമത്തത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, മൊബൈൽ അടിമത്തത്തിലോ ഗെയിമിന്റെ അടിമത്തത്തിലോ മറ്റെന്തെങ്കിലും അടിയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അടിമത്തങ്ങളെ തകർത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക ശക്തികൾ, ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെ തടസ്സപ്പെടുത്തുന്ന എതിർ ശക്തികൾ, പൈശാചിക ശക്തികൾ, ആത്മീയമായ ശക്തികൾ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തിനെതിരെ നിൽക്കുന്ന എല്ലാ ആത്മീയ ശക്തികളെയും യേശുവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവേ അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കളുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. തിരുരക്തം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടട്ടെ. മനസ്സ് ബലം പ്രാപിക്കട്ടെ. ഉന്നതമായ അഭിഷേകത്തെ നിറച്ച് ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് ഉണർവോടെ പഠിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ജയിക്കട്ടെ. ഞങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതം കർത്താവേ അങ്ങയുടെ നാമത്തിൽ പഠന മേഖലയിൽ അനുഗ്രഹിക്കപ്പെട്ട് ഇന്റർവ്യൂ ഒക്കെ പാസ്സായി ഉന്നതമായ നിലയിലെത്തുവാൻ, പഠന മേഖലകളിൽ ഉന്നതിയിലെത്തുവാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ പരീക്ഷയ്ക്കായി ഒരുങ്ങി പഠിക്കുന്ന മക്കള്, എൻട്രൻസിനായി ഒരുങ്ങി പഠിക്കുന്ന മക്കള്, വിദ്യാഭ്യാസ മേഖലയിൽ ജോലിക്കായി ഒരുങ്ങി പഠിക്കുന്ന മക്കൾ കർത്താവേ നന്നായി പഠിക്കട്ടെ. പഠനം ഫലമണിയട്ടെ. വിജയം വരിക്കട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളെയും കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ വിജയം, യേശുവിൻ നാമത്തിൽ വിജയൻ, യേശുവിൻ നാമത്തിന്റെ ശക്തിയാൽ അങ്ങയുടെ മക്കൾ പ്രാപിക്കട്ടെ. ദിവ്യാനുസരണത്തിലേക്ക് നമ്മുടെ മക്കളെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ ഇടപെടലിനു വേണ്ടി, ശക്തി പ്രകടമാക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ സഹായത്താലും അതിസ്വാഭാവികമായ കൃപകളാൽ നിറഞ്ഞ് നമ്മുടെ മക്കൾ പഠിച്ച് വിജയിക്കാൻ വേണ്ടി കർത്താവെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വ്യക്തിപരമായി നമ്മുടെ മക്കളുടെ പഠന മേഖലകൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും വേണ്ടി നിശബ്ദമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ച ആശീർവാദം സ്വീകരിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ ദിവ്യകാരണീശോയെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തില് അങ്ങനെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തില് ഈ മക്കളുടെ പഠന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന മക്കളുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പരീക്ഷ വിജയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കൾ ശരിക്കും പഠിച്ച കാര്യങ്ങൾ ഓർത്ത് നന്നായിട്ട് എഴുതി വിജയിക്കട്ടെ. തടസ്സപ്പെട്ട് കിടക്കുന്ന പഠന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ നിന്ന് അതിനായുള്ള ശക്തി ഇപ്പോൾ എല്ലാ മക്കളിലേക്കും പ്രവഹിക്കട്ടെ. എന്റെ കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ഉയർത്തപ്പെട്ട കരങ്ങളിലൂടെ കർത്താവിന്റെ ശക്തി സ്വീകരിച്ച് നമ്മുടെ മക്കളിലേക്ക് ഒഴുകത്തക്ക വിധം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിലേക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബുദ്ധി പ്രകാശിക്കട്ടെ. രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ അസ്വസ്ഥകളും മാറിപ്പോകട്ടെ. കർത്താവെ വലിയ ധൈര്യത്താൽ, ശക്തിയാൽ, ഉറപ്പിനാൽ, കോൺഫിഡൻസ് കർത്താവെ ഞങ്ങളുടെ മക്കൾക്ക് വലിയ ഉറപ്പ് നൽകി പഠന മേഖലകൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ മക്കൾ വിജയിക്കട്ടെ. ആമേൻ.